ആദ്യം നമുക്ക് മാന്നാറിലെ കൊലപാതക വാർത്തയിലേക്ക് തന്നെ ആണ് പോകുന്നത്. ആലപ്പുഴയിലെ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി ആണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് അത്തരത്തിൽ സ്ഥിരീകരിക്കുന്നു. കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ 4 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയതെന്നും എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മളെല്ലാവരും. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത്. ഒരു പക്ഷേ ഈ പ്രതികൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതി അവരത്തരത്തിൽ വളരെ രഹസ്യമായി കൊണ്ടുപോയ ഒരു കുറ്റകൃത്യമാണ് കഴിഞ്ഞ ദിവസം വെളിച്ചത്തിലേക്ക് വന്നത്. ഇപ്പോൾ എഫ്ഐആറിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനിൽകുമാർ, ഈ കലയുടെ ഭർത്താവ് തന്നെയാണ് ഒന്നാം പ്രതി. എങ്ങനെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ. ശരിക്കും എഫ്ഐആറിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുസരിച്ച് 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. അയാൾ നിലവിൽ ഇസ്രയേലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിനു, സൗമൻ, പ്രമോദ് എന്നിവരാണ് യഥാക്രമം 2, 3, 4 പ്രതികളായിട്ടുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കൊലപാതകം ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് ഈ 4 പേരും ചേർന്ന് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. കലയ്ക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയത്തിലാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല, പെരുമ്പുഴ പാലത്തിൽ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഒരു മാരുതി കാറിലാണ് മൃതദേഹം കൊണ്ടുപോയത്. 2009 ഈ കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 302, 201, 34 എന്നീ വകുപ്പുകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. മാന്നാറിലെ ഈ കല എന്ന് പറയുന്ന സ്ത്രീ തിരോധാനം ആ കേസിലാണ് ഇതുവരെയും ആ കേസിൽ പോയിരുന്നത്. 15 കൊല്ലമായി കലയെ കാണാതായിട്ട് എന്നാണ് ഈ അനിൽകുമാർ കലയുടെ വീട്ടുകാരെ വിശ്വസിച്ചിരുന്നത്. കല അവർക്ക് അവിഹിത ബന്ധമുള്ള ഒരു പാലക്കാട് സ്വദേശി സൂരജ് എന്നൊക്കെ ആ പേര് പറഞ്ഞിരുന്നു. അവരുമായി ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു ഈ അനിൽകുമാർ കലയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നത്. പക്ഷെ 2 മാസം കഴിഞ്ഞ് അയാൾ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. ഈ കേസിൽ നിർണായകമായത് പോലീസിന് 2 ഊമക്കത്തുകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഈ കേസിലേക്കുള്ള ഈ 15 വർഷത്തിന് ശേഷം കേസിലേക്ക് വഴിത്തിരിവായത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അനിൽകുമാറിന്റെ ബന്ധുവായ ആളുടെ ഭാര്യയാണ് ഈ കത്തെഴുതിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത് ആരെന്ന് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ അനിൽകുമാറിന്റെ ബന്ധു ഭാര്യയോട് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതുപോലെ നിന്നെയും കൊന്ന് കുഴിച്ചും മൂടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. അതേ തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതക വിവരം ഓമക്കത്തിലൂടെ പുറത്തുവിട്ട് 2 ആഴ്ച മുൻപാണ് പോലീസിന് ഇങ്ങനൊരു ഓമക്കത്ത് ലഭിക്കുന്നത്. ഇപ്പോഴും ഈ അയച്ചിരിക്കുന്നത് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് എന്നാണ് ഒരു അഭ്യൂഹമുള്ളത്. പക്ഷെ അത് ആ കാര്യത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഉമക്കത്ത് ലഭിച്ചത്. 15 വർഷം മുൻപാണ് കലയെന്ന യുവതിയെ കാണാതായത്. ഈ പറയുന്നത് പോലെ ഇന്നലെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സെപ്റ്റിക് ടാങ്കിൽ കലയെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം DNA പോലെയുള്ള മറ്റു പരിശോധനകൾ ഇനിയും നടത്താറുണ്ട്. അതിനുശേഷമാണ് ഇത് കലയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ കാറിൽ തന്നെയാണ് മൃതദേഹം
കണ്ടതായും അല്ലെങ്കിൽ മൃതദേഹം മറവ് ചെയ്യാൻ ഇവർ സഹായിച്ചെന്ന് പറയുന്നതും. ഈ കൊലപാതകം നടത്തിയത് അനിൽകുമാർ ഒറ്റയ്ക്കാണ്. ഈ മൃതദേഹം മറവ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ പ്രതികളായി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് 3 പേർ, ഈ അനിൽകുമാറിന്റെ ബന്ധുക്കളായിട്ടുള്ള 3 പേർ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലല്ലേ പോലീസിന്റെ നിഗമനം? 4 പേരും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 3 പേര് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് തങ്ങൾ മൃതദേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും പിന്നെ അനിൽകുമാറാണ് കൊലപാതകം നടത്തിയത്, മൃതദേഹം മറവ് ചെയ്യാൻ തങ്ങൾ സഹായിച്ചു എന്നാണ് ഇന്നലെ ഈ 3 പേരും പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായത്. എഫ്ഐആറിൽ കൊലപാതകം 4 പേരും കൂടി ചേർന്ന് ചെയ്തു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്തായാലും ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത്തരത്തിൽ മറ്റൊരാളുമായി കലയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് കലയെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കാറിൽ കയറ്റി ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടനാട്, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കറങ്ങാൻ പോകുന്നു, ഒരു ട്രിപ്പായി പോകുന്നു എന്ന് ധരിപ്പിച്ചുകൊണ്ട് കലയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. പോയതിനു ശേഷം ഇത്തരത്തിലൊരു കൊലപാതകം കാറിൽ വെച്ച് തന്നെ നടത്തുകയായിരുന്നു എന്നുള്ളത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ആസൂത്രിതമായി കൃത്യമായി ഗൂഢാലോചന നടത്തി നടപ്പാക്കിയ ഒരു കൊലപാതകം അല്ലേ? അങ്ങനെയാണ് ആര്യ വ്യക്തമാകുന്നത്. കലയെ ഈ പറഞ്ഞതുപോലെ ട്രിപ്പ് കൊണ്ടുപോകാനാണെന്നുള്ള സാഹചര്യത്തിൽ കുട്ടനാടുള്ള ഭാഗത്തൊക്കെ ട്രിപ്പിന് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തിയാണ് കലയെ കാറിൽ കൊണ്ടുപോകുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കഴുത്തിൽ തുണി ചുറ്റി, കാറിൽ തന്നെ ഇപ്പൊ കഴുത്തിൽ തുണി ചുറ്റിയാണ് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ളവർ അത്തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും കലയെ കാണാതായി എന്ന് പറഞ്ഞതിന് ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ ഈ അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നു എന്നാണ് ഈ കസ്റ്റഡിയിലുള്ളവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച്. മാത്രമല്ല ഇപ്പോ അനിൽകുമാർ ഉള്ളത് ഇസ്രായേലിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് അയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കല മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി. അതായത് ഇവർക്ക് ഇത്തരത്തിലൊരു അവിഹിതം ഉണ്ടായിരുന്നു. അപ്പൊ ആരും സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ബന്ധത്തെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അതിൽ കൂടുതൽ വ്യക്തത വരാറുണ്ട്. കാരണം ഈ കലയുടെ മരണം കഴിഞ്ഞ ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വേറൊരു വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, അത് അങ്ങനെ ഒരു സാഹചര്യം, അതായത് ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടായത് കൊണ്ട് അവരിറങ്ങിപ്പോയതിന്റെ ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി താൻ പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് കലയുടെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തിയതാണോ, അത്തരത്തിലാണോ എന്നുള്ള സംശയം കൂടി ബാക്കിയുണ്ട്. അത് കലയുടെ അവിഹിതത്തിന്റെ പേരിലാണോ, അതോ ഇയാൾക്കുണ്ടായിരുന്ന അനിൽകുമാറിനുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണോ ഇത്തരത്തിലൊരു കലയെ പെട്ടെന്ന് ആസൂത്രിതമായി ഇങ്ങനെ കൊല ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത ആ വിഷയത്തിലൊക്കെ ഇനിയും വ്യക്തത വരണം. ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇവർ 2 പേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ പ്രണയം ഇവർ 2 ജാതിയിൽപ്പെട്ട അത്തരത്തിലൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ 2 കുടുംബങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കല മറ്റൊരാളുടെ കൂടെ പോയി മറ്റെവിടെയോ സുഖമായി ജീവിക്കുകയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ, അത്തരത്തിൽ ഈ അനിൽകുമാർ പറഞ്ഞു പരത്തിയതിന്റെ പേരിലാകാം ഈ കലയെ കാണാതാകുന്ന സമയത്ത് കലയുടെ കുടുംബം ഇടപെടാതിരുന്നതും അല്ലെങ്കിൽ കേസ് കൊടുക്കാതിരുന്നതും അന്വേഷിക്കാതിരുന്നതും ഒക്കെ അല്ലേ? ശരിക്കും ആരും സൂചിപ്പിച്ചതുപോലെ ഈ അനിലിന്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു. മാത്രമല്ല അനിലിന്റെ വീട്ടുകാർക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കലയെ വിവാഹം കഴിച്ച ശേഷം ഇവരുടെ ഒരു ബന്ധു വീട്ടിലായിരുന്നു കുറെ കാലം കലയെ താമസിച്ചിരുന്നത്. ഇവിടെ നിർത്തിയ ശേഷം പിന്നീട് ഇയാള് അങ്കോള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ട് എന്ന് ചിലർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ ചിലരൊക്കെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കലയെ വീട്ടിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു മകനുണ്ട്, ആ മകനെ തനിക്ക് വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നാട്ടിലെത്തിയ ശേഷം ഇതുമായി സംസാരിക്കുകയും അതായത് നാട്ടിലെത്തിയ ശേഷം കലയ്ക്ക് നാട്ടിലുള്ളവർ അറിയിച്ച പ്രകാരം, ഇയാൾ അങ്കോളയിലായിരുന്ന സമയത്ത് നാട്ടിലുള്ളവർ അറിയിച്ച പ്രകാരമാണ് കലയ്ക്കൊരു അവിഹിതമുണ്ട്, അതുമായി ബന്ധപ്പെട്ട്
ആണ് ഇവർക്കൊരു അതുമായി ബന്ധപ്പെട്ട്, അതായത് ഉണ്ടായ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തെ തുടർന്ന് മകനെ തനിക്ക് വേണം, നീ എങ്ങനെയാന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ള മറ്റുള്ള നിലപാട് അനിൽകുമാർ എടുക്കുകയും തുടർന്ന് ഇയാൾ നാട്ടിലെത്തി കലയുമായി രമ്യതയിൽ സംസാരിക്കാനെന്ന നിലയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടനാട് പോലെയുള്ള ഭാഗത്തൊക്കെ ട്രിപ്പ് പോയത്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു യാത്ര പോകുന്നത് പോലെ പോയതും തുടർന്ന് ഇതില് ഈ പറയുന്ന കൊലപാതകം, അതായത് കാറിനുള്ളിൽ വെച്ച് കഴുത്തിൽ തുണി ചുറ്റി കൊലപാതകം നടത്തുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷെ ഈ പിന്നെ കാണാതാകുന്ന സമയത്ത് ഈ കലയ്ക്ക് ഒരു മകനുണ്ട്. ഈ മകനെ ഈ കലയ്ക്ക് മാത്രമല്ല സ്വന്തം വീട്ടുകാരുമായിട്ട് ഈ സാഹചര്യത്തിൽ കലയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കാണാതാകുന്നു. കാണാതായതിനുള്ള സാഹചര്യം ഈ പറഞ്ഞതുപോലെ പാലക്കാട് പിന്നെ ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം കല ഒളിച്ചോടിപ്പോയി എന്നാണ് സൂരജ് എന്ന് ഒരു പേര് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പോലീസ് ക്ഷമിക്കണം അനിൽകുമാർ ഈ കലയുടെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പരാതി നൽകിയത്. പക്ഷെ പിന്നീട് പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും അവസാന പരാതിയൊക്കെ നൽകിയിരുന്നെങ്കിലും അതിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്നൊരു പരാതി കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ വിവാഹം കഴിക്കുകയും കുടുംബജീവിതമായിട്ട് അനിൽകുമാർ മുന്നോട്ട് പോവുകയും ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിലാണ് ഉള്ളത്. ഈ അനിൽകുമാർ വർഷങ്ങളായി വിദേശത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണോ? ഇപ്പോൾ എത്ര കാലമായി ഇയാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്? ഇയാളുടെ ഒരു പശ്ചാത്തലം, ഇയാളെ കുറിച്ചുള്ള നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? ഈ അനിൽകുമാറിനെ പറ്റി ചോദിക്കുമ്പോഴും ആളുകളൊക്കെ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് ഭാര്യയുമായി പ്രണയവിവാഹത്തിൽ എത്തിയ ഒരാൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ച ഒരാൾ, ആ ഒരു സാഹചര്യത്തിൽ ഭാര്യ മറ്റൊരാളുടെ ഒപ്പം ഇയാൾ അങ്കോളയിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാര്യ മറ്റൊരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അത് തർക്കമായതിനെ തുടർന്നാണ് ഇയാൾ ഇങ്ങനെ മറ്റൊരു വിവാഹം, അല്ലെങ്കിൽ അയാളോടൊപ്പം ഇറങ്ങിപ്പോയതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരു തരം സഹതാപകരമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സഹതാപാർഹമായ സാഹചര്യത്തിലാണ് അനിൽകുമാർ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കൊലപാതകത്തിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം 2 മാസത്തിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലയുടെ വീട്ടുകാരെ പോലും കൺവിൻസ് ചെയ്യിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. 2 മാസത്തിൽ വളരെ പെട്ടെന്ന് പുനർവിവാഹം നടത്തുന്നു. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസിന് ഈ കാര്യത്തിൽ അതായത് അനിൽകുമാറിനെ കൂടുതൽ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ കലയ്ക്ക് ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തിന്റെ പേരിലാണോ അതോ അനിൽകുമാറിന്റെ മറ്റു ബന്ധങ്ങളുടെ പേരിലാണോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട് എന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത് അനിൽകുമാർ തന്നെ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ മറ്റു 3 പ്രതികളുമുണ്ട്, ഇവരെയൊക്കെ ചേർന്നിട്ട് പറഞ്ഞ് തറച്ചിട്ടുണ്ടാക്കുന്ന റൂമേഴ്സ് ആകാം. ആ ഒരു സാഹചര്യത്തിലാണ് കല ഈ പറഞ്ഞതുപോലെ ഇതുവരെയും ഈ 15 വർഷവും ഈ നാട്ടിലുള്ള മാന്നാറുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചിരുന്നത് കല ഈ പറഞ്ഞതുപോലെ 15 വർഷം മുമ്പ് ഏതോ ഒരാളുടെ കൂടെ മകനെ ഉപേക്ഷിച്ചിട്ട് അല്ല ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടായി. അവര് ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നൊരു ഒരു ധാരണയിൽ തന്നെയാണ്. അതെ, ആ ധാരണയെല്ലാം പൊളിച്ചുകൊണ്ട് അത്തരത്തിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു ഞെട്ടൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കൊലപാതകത്തിന്റെ വാർത്ത, അതിന്റെ ചുരുൾ ഇന്നലെ അഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു അനിലിന്റെ വീടിന്റെ പരിസരത്ത്. സെപ്റ്റിക് ടാങ്ക് ഒക്കെ തുറന്നുള്ള പരിശോധന, മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ക്ലിപ്പ്, ലോക്കറ്റ്, സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇനി ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. അതിന്റെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഈ കേസിന്റെ ഒരു തുടർ നീക്കം? ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും പ്രതീക്ഷിക്കണം? ആജ്ഞ. ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇനി അടിയന്തരമായി പുറത്തു വരാനുള്ളത്. അതിനുശേഷം മാത്രമേ ഇത് കലയാണോ എന്ന് ഉള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. പിന്നെ ആരെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ലോക്കറ്റൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ, ഈ പറഞ്ഞതുപോലെ 15 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്, ആളുകൾക്ക് ഓർമ്മയുണ്ടാവണം എന്നില്ല. പക്ഷെ അത്ര അടുത്ത ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പക്ഷെ കഴിയുമായിരിക്കാം. കാരണം
15 വർഷത്തിന് ശേഷം കേരളത്തിലെ പല കൊലപാതക കേസുകളും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, കൂടത്തായി കേസ്, അതുപോലെ തന്നെ സോഫിയ വധക്കേസ്, അങ്ങനെ കുറെ കേസുകൾ വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷവും അല്ലെങ്കിൽ 16 വർഷത്തിന് ശേഷവും ഒക്കെ, 23 വർഷത്തിന് ശേഷമൊക്കെ ഇന്നീ കൊലപാതക കേസ്, അങ്ങനെ ഉള്ള കേസുകളൊക്കെ അങ്ങനെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരുപക്ഷെ ഈ പ്രതികളായിരുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കാത്ത സാഹചര്യത്തിൽ ചില കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനത്തെ അതായത് ഈ നമ്മൾ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഇത്തരത്തിൽ കാലങ്ങൾ എടുത്ത ശേഷം പുറത്തു വരുന്ന കേസ് എന്ന് പറയുന്നത് തന്നെ കൂടത്തായി കേസ് തന്നെയാണ്. ഒരു കൊലപാതക പരമ്പര, ഒരു സ്ത്രീ ഇത്ര കാലമെടുത്ത് 2002 മുതൽ 16 വരെയുള്ള കാലത്തിൽ കുടുംബത്തിൽ 6 പേരെ ആസൂത്രിതമായി അതിവിദഗ്ധമായി കൊലപ്പെടുത്തുന്ന, സൈനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തും. പക്ഷെ എന്നിട്ടും അത്തരം കേസുകൾ തുമ്പുണ്ടാക്കാനും അത്തരം കേസുകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും തെളിയിക്കാനുള്ള സാഹചര്യങ്ങളും പിന്നീടും ചിലതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ കേസ് ഇപ്പോൾ കല എന്ന് പറയുന്ന സ്ത്രീയെ കുഴിച്ചുമൂടിയിട്ട് 15 വർഷം കഴിഞ്ഞു. 15 വർഷത്തിന് ശേഷം ഈ ഒരു കേസ് ഒരു തർക്കത്തിന്റെ പേരിൽ പുറത്തു വരുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ, ഈ ഭർത്താവിന്റെ, കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് ഈ ഊമക്കത്ത് എഴുതിയെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവരെ ഇത്തരത്തിൽ കലയെ കൊന്നു കൊഴിച്ചു മുടിയതുപോലെ ഇവയെ സെപ്റ്റിക് ടാങ്കിലാക്കും, കൊന്നു സെപ്റ്റിക് ടാങ്കിൽ തള്ളും എന്ന് പറഞ്ഞതിന്റെ സാഹചര്യം എന്താണ് എന്ന് അന്വേഷിക്കണം എന്ന് തന്നെയാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഈ കത്തിലെ ഉള്ളടക്കം. അങ്ങനെയാണ് ഈ പറയുന്ന 2 മാസം മുൻപ് ലഭിച്ചത്. 2 കത്തുകളാണ് ലഭിച്ചതെന്ന് പറയുന്നു ജില്ലാ പോലീസ് മേധാവിക്ക്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ പറയുന്ന 4 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഈ 4 പേരെ കസ്റ്റഡിയിൽ എടുത്ത് ഇപ്പോൾ അനിൽകുമാർ ഉൾപ്പെടെ 4 പ്രതികളാണ് കേസിലുള്ളത്. പക്ഷെ അനിൽകുമാർ മൃതദേഹം മാത്രമേ തങ്ങൾ കണ്ടുള്ളൂ. അതുപോലെ ഈ അനിൽകുമാർ ഒരു മാരുതിക്കാരിലാണ് മൃതദേഹം കൊണ്ടുവന്നത്. മൃതദേഹം മാത്രമേ തങ്ങൾ കണ്ടുള്ളൂ. അത് കുടിച്ചു മൂടാൻ സഹായിച്ചതാണ് തങ്ങൾ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള മൊഴിയായിരുന്നു ഈ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ മറ്റു 3 പേർ പോലീസിന് നൽകിയത്. അങ്ങനെയാണ് അനിൽകുമാറാണ് എന്തായാലും കലയെ കൊലപ്പെടുത്തി തള്ളിയതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികളാണ് എന്തായാലും പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കല എന്ന് പറയുന്ന 15 വർഷം മുമ്പ് തിരോധാനം എന്ന് കരുതിയിരുന്ന മിസ്സിംഗ് കേസിൽപ്പെട്ടിരുന്ന ഒരു സ്ത്രീ അവരെ കൊലപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ മറവ് ചെയ്തതാണ്. അതെന്തായാലും ആ ഒരു കാര്യം, കൊലപാതകമാണ് നടന്നത്, കൊലപ്പെടുത്തി മറവ് ചെയ്യുകയായിരുന്നു കലയെ എന്നുള്ളത് ഇന്നലെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. എന്തായാലും കേസിൽ ഇപ്പോൾ 4 പ്രതികളെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കൊലപാതകം നടത്തിയത് കലയുടെ ഭർത്താവ് അനിൽകുമാർ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അനിൽകുമാറിന്റെ തന്നെ 3 ബന്ധുക്കളും ഈ കേസിൽ പ്രതിയായി വരുന്നു. ഇവർ ഇത്തരത്തിലൊരു യാത്രയ്ക്ക് പോകാം എന്ന് കലയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി കലയുമായി കാറിൽ കൊച്ചി, കുട്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തതിന് ശേഷം കാറിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം സ്വന്തം വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുവന്ന് മൃതദേഹം തള്ളുകയായിരുന്നു. മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം അനിൽകുമാർ നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അനുമാനമാണ് പോലീസിനുള്ളത്. എന്തായാലും 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ്. ഒരിക്കലും ഇതിനി പുറം ലോകം അറിയില്ല, പുറത്തേക്ക് വരില്ല എന്ന് പ്രതികൾ കരുതിയിരുന്ന, അത്തരത്തിൽ ആശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു ഊമക്കത്തിന്റെ പേരിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയിലേക്കും ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നതും. ആജ്ഞ രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേർന്നതും വിശദാംശങ്ങൾ നൽകിയതും. എന്തായാലും അല്പസമയത്തിന് ശേഷം ആജ്ഞ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ വിശദാംശങ്ങളുമായി ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിന് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു ചെല്ലാം. ഇനി മറ്റൊരു വാർത്തയിൽ